തായ്ലൻഡ് എന്ന ഈ ഒരു രാജ്യത്തെപ്പറ്റി കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയില്ല. നിങ്ങളിൽ പലരും ഈ ഒരു രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. എന്തിനാണ് പോകുന്നത്? സെക്സ് ടൂറിസം, അല്ലെങ്കിൽ ലേഡി ബോയ്സ്, അതുമല്ലെങ്കിൽ മസാജ് പാർലേഴ്സ്, അല്ലെങ്കിൽ ബോയ്സ് ട്രിപ്പ്. ഇന്ന് മജോറിറ്റി ഇന്ത്യൻ യൂത്തും തായ്ലൻഡിനെ പറ്റി ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. അതിൽ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം സോഷ്യൽ മീഡിയ ഉൾപ്പെടെ തായ്ലൻഡിനെ പറ്റി പ്രചരിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. Hello. Hello. How much? Long time. എസ്റ്റിമേറ്റ് അനുസരിച്ച് 36,000-ത്തിലധികം കുട്ടികളാണ് ഇന്ന് തായ്ലൻഡിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്. പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നത് തായ്ലൻഡിൽ ഇല്ലീഗലല്ല. നിങ്ങൾ തായ്ലൻഡിൽ ഏതൊരു കോർണറിലേക്ക് നോക്കിയാലും നിങ്ങൾക്കവിടെ ഇന്ത്യൻസിനെ കാണാൻ കഴിയും. ഇവിടെ ഏറ്റവും കൂടുതൽ മലേഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമാണ് ടൂറിസ്റ്റുകൾ വരാറുള്ളത്. ഇതാണ് ഇവരുടെ GDPയെ ബൂസ്റ്റ് ചെയ്യുന്നത്. കൾച്ചറലി റിച്ച് ആയിട്ടുള്ള ഈ ഒരു രാജ്യത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. Have discovered at least 30 graves believed to belong to migrants from Myanmar. But the trafficking had been going on for years. സെക്സ് ടൂറിസവും നൈറ്റ് ക്ലബ്സും മാത്രമാണോ തായ്ലൻഡ്? ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ തായ്ലൻഡ് വ്ളോഗ്സ് എന്ന് സെർച്ച് ചെയ്താൽ മജോറിറ്റി കണ്ടന്റ് ക്രിയേറ്റേഴ്സും സെക്സ് ടൂറിസവും പ്രോസ്റ്റിറ്റ്യൂഷനുമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരിക. ഇവിടെയുള്ള സ്ത്രീകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓടി ഇങ്ങോട്ട് വരൂ, അങ്ങനെയായിരിക്കും പലരും പറയുക. നമ്മളിൽ പലരും ഈ നൈറ്റ് ക്ലബ്സിന് വേണ്ടിയായിരിക്കും തായ്ലൻഡ് എന്ന് സെർച്ച് ചെയ്യുക. ആരും ടെമ്പിൾ വീഡിയോസ് കാണില്ലല്ലോ നൈറ്റ് ലൈഫ് അല്ലാതെ. ഇങ്ങനെ അവിടെ എത്തുന്ന ഇന്ത്യൻസ് എന്താണ് അവിടെ ചെയ്യുന്നത്? വ്ളോഗേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ ഒരു തായ്ലൻഡാണോ യഥാർത്ഥ തായ്ലൻഡ്? അറിയാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. ആദ്യം തന്നെ തായ്ലൻഡിലെ സെക്സ് ടൂറിസത്തെ പറ്റി സംസാരിക്കാം. The end of the COVID-19 pandemic has seen not only sex tourists but also German pedo criminals returning to Pattaya. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒരു പാർട്ടി പാരഡൈസ് അല്ല തായ്ലൻഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലേസസിൽ ഒന്നാണ് ഇന്ന് തായ്ലൻഡ്. ആയിരക്കണക്കിന് പെൺകുട്ടികളെയും ടീനേജേഴ്സിനെയും കുട്ടികളെയും ഓപ്പൺ മാർക്കറ്റിൽ ഇന്ന് വിൽക്കുന്നു. Buy children outright for $400 and do whatever he wanted to with them. Looking for younger girls. We have, sir, but we cannot talk here. How many young girls do you have? Maybe 6 or 7. തായ്ലൻഡിലേക്ക് ട്രാവൽ ചെയ്യുന്ന 70 മുതൽ 90% ആളുകളും സോളോ മെയിൽസ് ആണ്. വ്ളോഗേഴ്സും സോകോൾഡ് ഇൻഫ്ലുവൻസേഴ്സും ഫീഡ് ചെയ്ത ഒരു തായ്ലൻഡിൻ്റെ ഇമേജുമായാണ് ഇവർ അവിടെ എത്തുന്നത്. ഗ്രൗണ്ട് റിയാലിറ്റി എന്നത് വളരെ വലിയ തോതിലുള്ള ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഗ്രൂപ്പാണ് ഈ സെക്സ് ടൂറിസത്തിന് പിന്നിൽ പ്രവർത്തിച്ചു വരുന്നത്. Sex industry in Thailand isn't just creepy white men preying on young Thai girls. It isn't just girls taken from their villages in the dead of night, thrown in the back of pickup trucks, and taken to cities to be pimped out. വിയറ്റ്നാം വാറിന് ശേഷം ഇന്ന് വരെ ഈ ഒരു ഇൻഡസ്ട്രി വളരെ വേഗത്തിലാണ് ബൂസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു രാജ്യത്തിൻ്റെ പില്ലർ തന്നെയായി മാറിയിരിക്കുകയാണ് ഇന്ന് പ്രോസ്റ്റിറ്റ്യൂഷൻ. ഈ സോകോൾഡ് മസാജ് സെൻ്ററുകളിലെ സ്ത്രീകൾ വളരെ വലിയ തോതിലാണ് എക്സ്പ്ലോയിറ്റേഷൻ നേരിടുന്നത്. അവരെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കുന്ന ഒരവസ്ഥ. ഈ സ്ത്രീകളിൽ ഭൂരിഭാഗവും അൺഎഡ്യൂക്കേറ്റഡ് ആണ്. ഇവരെക്കാൾ പത്തറ്റിക് സിറ്റുവേഷനാണ് ലേഡി ബോയ്സിനുള്ളത്. ഒരുപക്ഷേ ഇതൊരു ഫൺ എക്സ്പെരിമെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് തോന്നുക. എന്നാൽ ഇതൊരു വളരെ വലിയ ട്രാജിക് റിയാലിറ്റിയാണ്. ജോബോ സാലറി ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരേണ്ടതായി വരുന്നു. നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി ഇവർ പലതും ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം എല്ലാവരുടെയും മുന്നിൽ വെച്ചാണ് സംഭവിക്കുന്നത്. എന്നാൽ ആരും തന്നെ ഇതിനെഗെയിൻസ്റ്റായി ആക്ഷൻ എടുക്കുന്നില്ല. കാരണം ഇതിൻ്റെ എല്ലാം പിന്നിൽ വളരെ വലിയ ഒരു റാക്കറ്റാണ് പ്രവർത്തിച്ചു വരുന്നത്. ഇനി അവിടെ എത്തുന്ന ചില ഇന്ത്യക്കാർ ചെയ്തു കൂട്ടുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഓൾറെഡി ഇന്ത്യക്കാർക്ക് ഒരു നെഗറ്റീവ് ഇമേജാണ് തായ്ലൻഡിലുള്ളത്. അതിന് കാരണം ഇവരെ പോലെയുള്ള ചിലരാണ്. Incident unfolded in Pattaya when a brawl erupted between Indian tourists and Thai locals. The clash, captured in a widely shared video, featured an array of improvised weapons and resulted in a chaotic scene on the streets. ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട് മാത്രം പലതരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒരു വ്യക്തിക്ക് തായ്ലൻഡിൽ നിന്നും നേരിടാം. റീസെൻ്റ്ലി ഒരു ഇന്ത്യൻ വ്ളോഗറിന് റെൻ്റൽ സ്കൂട്ടി ലഭിച്ചില്ല. അദ്ദേഹത്തിന് സ്കൂട്ടി ലഭിക്കാത്തതിൻ്റെ കാരണം അദ്ദേഹം ഇന്ത്യൻ ആയതുകൊണ്ടാണ്. അവരുടെ കണ്ണിൽ ഇന്ത്യക്കാരുടെ സ്വഭാവം ഡിസ്റെസ്പെക്റ്റ്ഫുള്ളാണ്. ലൗഡർ വോയിസും ഓവർ എക്സ്ട്രോവേർട്ട് ക്യാരക്ടറും ഈ കാര്യങ്ങൾ അവരുടെ കണ്ണിൽ ഇന്ത്യക്കാരെ ഡിസ്റെസ്പെക്റ്റ്ഫുൾ ആക്കുന്നു. ഇവരുടെ കൾച്ചറിൽ ഇന്ത്യക്കാരുടെ ഈ ഒരു സ്വഭാവം ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ടാണ് കാണുന്നത്. ഇതിന് പുറമേ തന്നെ അവിടെ പല ഇന്ത്യൻ ടൂറിസ്റ്റുകളും കാണിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. 3-year-old Indian tourist was arrested on Walking Street early today, September 15, 2024, for stealing a mobile phone from an Uzbek tourist.
ഇതിനു പുറമെ 36 വയസ്സായിട്ടുള്ള ഒരു ഇന്ത്യൻ ടൂറിസ്റ്റ് പട്ടായയിൽ ഓപ്പൺ ഫയറിംഗ് നടത്തി. അദ്ദേഹം പറഞ്ഞത് ഈ ഒരു കാര്യം ഇല്ലീഗലായിരുന്നു എന്ന് ഇദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്നാണ്. He didn't know having a gun and firing it was illegal in Thailand. ഈ ഒരു കാര്യം ഇന്ത്യയിൽ നിന്നും പോകുന്ന ടൂറിസ്റ്റുകളാണ് ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ അവിടെ എങ്ങനെയാണോ പെരുമാറുക അങ്ങനെയായിരിക്കും ഇന്ത്യയെപ്പറ്റി അവർ ചിന്തിക്കുക. ആ പേരുദോഷമുള്ള നാടുകളിലെ സ്ത്രീകൾക്ക് പോലും ഭയമുള്ള ഏക ജനവിഭാഗം മലയാളികളാണ് എന്ന് പറയുമ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ നമ്മുടെ നിലമറന്നുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ നാടിന്, നമ്മുടെ ഭൂപ്രദേശത്തിന് പേരുദോഷം നിരവധി ഉണ്ടാക്കുന്നുണ്ട് എന്നത് വലിയ വാസ്തവമാണ്. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ നമ്മുടെ നാടിന് ദുഷ്പേരുണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തിലും ഇടപെടാതിരിക്കാൻ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. നിങ്ങൾ തായ്ലൻഡിൻ്റെ തന്നെ എക്സാമ്പിൾ നോക്കൂ. ഇവിടെ ഏറ്റവും കൂടുതൽ സെക്സ് ടൂറിസവും പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ലേഡി ബോയ്സിൻ്റെയുമാണെന്നാണല്ലോ പറയുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ തായ്ലൻഡിൻ്റെ GDP-യിൽ ഈ ഒരു ഇൻഡസ്ട്രിയുടെ പങ്ക് വളരെ വലുതാണ്. ഇങ്ങോട്ടേക്ക് വെക്കേഷൻ ആസ്വദിക്കാൻ വരുന്ന ആളുകൾ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഭാഗമാവുകയാണ്. തായ്ലൻഡ് എന്ന ഈ ഒരു രാജ്യം കൾച്ചറലി വളരെയധികം റിച്ച് ആയിട്ടുള്ളൊരു രാജ്യമാണ്. നിങ്ങൾ ഈ കാണുന്ന സോ കോൾഡ് സ്പായിലും മസാജ് സെൻറ്ററുകളിലുമെല്ലാം പോകുന്നതിന് പകരം ഇവിടെയുള്ള നാച്ചുറൽ ബ്യൂട്ടിയെ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുക. ബുദ്ധിസ്റ്റ് ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് തായ്ലൻഡ്. കൂടാതെ തന്നെ ട്രഡീഷനെയും മോഡേണിറ്റിയും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ഇവർക്ക് കഴിയുന്നു. വളരെയധികം കൾച്ചറലി റിച്ചാണ് ഈ ഒരു രാജ്യം. വ്യത്യസ്തങ്ങളാർന്ന ഫെസ്റ്റിവൽസും ഇന്ന് ഈ ഒരു രാജ്യത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ വെറും സർഫസ് ലെവലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെപ്പറ്റി നിങ്ങൾ അവെയർ ആയതിനു ശേഷം മാത്രം തായ്ലൻഡിലേക്ക് പോവുക. സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് പരമാവധി കേൾക്കാതിരിക്കുക. ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ ഈ ഒരു ഇൻഡസ്ട്രിയെ വളരാൻ സമ്മതിക്കാതിരിക്കുക. ഈ ക്ലബ്സും സ്ട്രീറ്റ്സുമെല്ലാം നിങ്ങൾക്ക് കൂട്ടുകാരുടെ മുൻപിൽ ഫ്ലെക്സ് ചെയ്യാൻ ഉപകാരപ്പെട്ടേക്കാം. എന്നാൽ ലോങ് ടൈമിൽ നിങ്ങൾക്ക് ഇതുകൊണ്ട് യാതൊരു ഉപകാരവും ഉണ്ടാകില്ല. നിങ്ങളുടെ ഒരാളുടെ തീരുമാനം ഒരുപക്ഷെ പലരുടെയും ജീവൻ രക്ഷിച്ചേക്കാം. യൂട്യൂബ് എത്രത്തോളം ആളുകളിലേക്ക് ഇത് എത്തിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടിയും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ പരമാവധി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ എനേബിൾ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.